അങ്ങനെ 3 പേര് അപ്പുറത്ത് പോയപ്പോ അബൂജഹൽ പറഞ്ഞു എല്ലാവരോടും എണീക്കാൻ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അവര് ഈ 3 ആളെ പണിയാക്കി ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു മാറിയപ്പോ ഇപ്പുറത്ത് വന്ന് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലാണ്. എവിടെ? പന്തലിന്റെ ഉള്ളിൽ. ആ പന്തൽ നിന്നേടത്ത് ഇന്നൊരു പള്ളിയുണ്ട്, മസ്ജിദുൽ അരീഷ്. ബദറിൽ പോകുന്ന ആളുകൾ അവിടെ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബദറിൽ ഇങ്ങനെ പോയിട്ട് ഈ ചരിത്രം ഇങ്ങനെ മനസ്സിലാക്കി ബദർ ഇങ്ങനെ പോയി കാണണം. അപ്പോഴേ ഇതൊക്കെ തിരിയുള്ളൂ. ഇതൊക്കെ ശരിക്കും പഠിച്ചു. ഞാനിപ്പോൾ അത് ഫുള്ള് പറയില്ല. എവിടെ ഫുള്ള്? ഒരു ഭാഗം കടിക്കാൻ കഴിയൂല, അത്രേ തുടങ്ങാൻ കഴിയുള്ളൂ. ബദറിൽ പോയി ആ പന്തൽ ഇങ്ങനെ കണ്ടാൽ ആ പന്തലിന്റെ നേരെ അപ്പുറത്താണ് സ്വഹാബത്ത് തമ്പടിച്ച സ്ഥലം. കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയാൽ ഖുറൈശികളൊക്കെ വീണ സ്ഥലം കാണാം. ആ വീണിന്റെ തൊട്ടപ്പുറത്താണ് ഖലീബ് ബദറിലെ പൊട്ടക്കിണറുള്ളത്. പന്തലിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ശുഹദാക്കൾ അന്തിയിറങ്ങുന്ന സ്ഥലമുള്ളത്. അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ചെറിയ അടയാളങ്ങളൊക്കെ പോയി നോക്കിയാൽ കാണാം. പള്ളി ഏതായാലും അവിടെ ഉണ്ട്. ആ പള്ളി നിന്നിടത്താണ് പന്തലുണ്ടായിരുന്നത്. ആ പന്തലിന്റെ ഉള്ളിലേക്ക് പോയി നോക്കി അലി റളിയല്ലാഹു അൻഹു. അപ്പൊ സ്വഹാബത്തൊക്കെ പ്രാർത്ഥനയിലാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്. കുറെ നേരം സുജൂദിൽ നെറ്റി വെച്ചിട്ടും തലയെടുക്കാതിരുന്നപ്പോ അലി റളിയല്ലാഹു അൻഹു ഒന്ന് കാത് വെച്ച് നോക്കി, എന്താണ് ഈ ചൊല്ലുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സുജൂദിൽ അങ്ങനെ നെറ്റി വെച്ച് തങ്ങൾ ചൊല്ലുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ആവർത്തിച്ച് ചൊല്ലുകയാണ്. അല്ലാഹുവോട് ഒറ്റ ദുആ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു ഫിൽ അർളി അബദാ. ഈ ചെറു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ, ഈ ചെറു സംഘത്തെ നീ തോൽപ്പിക്കുകയാണെങ്കിൽ ഭൂമിയിൽ പിന്നെ നിനക്ക് ആരാധന നടക്കൂല. നിനക്ക് ഇബാദത്തെടുക്കാൻ ഭൂമിയിൽ ഒരു കുട്ടിയെയും കിട്ടൂല. അല്ലാഹ് സുജൂദിൽ നിന്ന് തല ഉയർത്തിയിട്ട് സലാം വീട്ടിയ ഉടനെ തന്നെ പറഞ്ഞു, ഖദ് ജാഅത്തിൽ ബുശ്റാ. ദാ സന്തോഷം വന്നു. അപ്പോഴേക്ക് മലക്കുകൾ വരാൻ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മീകായിൽ അലൈഹിസ്സലാമിന്റെയും നേതൃത്വത്തിൽ പതാകയും പിടിച്ച് മലക്കുകൾ വരാൻ. മലക്കളുടെ കയ്യിലും പതാക ഉണ്ട്. പതാക ഇന്നലെ തുടങ്ങിയോന്നല്ല, മുമ്പേ ഉണ്ട്. ശരി. പതാകയും പിടിച്ച് വരികയാണ്. വെള്ളപ്പതാകകൾ പിടിച്ച് മലക്കുകൾ ഇറങ്ങി വരിക.